ഹായ് ഫ്രണ്ട്സ്, റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ ചങ്ക്സിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവോളയാണ്. അതിന് ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള 2 സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയും ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കവും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 പച്ചമുളകും ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയാണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും വേണം. ഒരു പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും നമ്മളെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. തിളച്ച വെള്ളം നമുക്ക് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ച വെള്ളത്തിലോട്ട് നമുക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 10 മിനിറ്റോളം ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കണം. അപ്പോഴേക്കും ഇത് നല്ലോണം വീർത്ത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതിലൊരു കട്ടുണ്ടാവും, അത് പോയി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ സോയ വെള്ളത്തിലിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി വേറെ പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ നല്ലോണം വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് കോരി പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചവെള്ളത്തിലിട്ട് നല്ലോണം കഴുകി ഞെക്കി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സൈസ് കറ വരും. ആ കറ കളഞ്ഞിട്ട് കറി വെക്കണം, ഇല്ലെങ്കിൽ കറിക്കൊരു കട്ട് ചുകയുണ്ടാവും. ഇപ്പോൾ ദേ നമ്മുടെ സോയാ ചങ്ക്സ് നല്ലോണം സ്പോഞ്ച് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം വെള്ളം കുടിക്കും. അതുകൊണ്ട് നമുക്കിതുപോലെ ഇങ്ങനെ നല്ലോണം ബലം പിടിച്ച് ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ. നല്ലതായിട്ട് അമർത്തി ഞെക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സൈസ് പത പോലെ വരും. അതിൻ്റെ കറിയാണ്. അതിങ്ങനെ ഞെക്കി കളഞ്ഞിട്ട് കറി വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമുക്കൊരു 4 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ഇതുപോലെ കഴുകിയെടുക്കണം. എന്നാലേ നമുക്ക് കറി വയ്ക്കുമ്പം ഇതിന് കട്ട് ചുകയില്ലാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈസ് മക്ക് ചുകയുണ്ടാവും. ഇത് നമുക്ക് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ അറിയാതെ കണ്ടോ, വെള്ളത്തിൽ തന്നെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറിയാണിത്. ഇനി ഇത് 4 പ്രാവശ്യം കൂടി നമുക്ക് വെള്ളത്തിലോട്ടിട്ട് നല്ലോണം ഇതുപോലെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതേ ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് വാടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും ആദ്യം തന്നെ ചേർക്കണ്ട, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് നമ്മൾക്ക് സോയയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലോണം തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ക്യാപ്സിക്കവും നല്ലോണം ഒന്ന് വാടി കിട്ടണ വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കവും ഒക്കെ വാടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതിന് ഞാനൊരു 1/2 സ്പൂൺ, ചെറിയ സ്പൂണിനാണ് കുരുമുളക് പൊടി ചേർക്കണേ. ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം പോണത് വരെ നമുക്കിങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികൾ നല്ലോണം ചൂടായി പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് ചേർക്കുമ്പം അധികം പുളിയില്ലാത്ത കട്ട തൈര് നോക്കി ചേർക്കണം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളയ്ക്കണ വരെയും ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളയ്ക്കണ വരെയും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് സോയ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലോണം തിളച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുള്ളത് കൊണ്ട് ഞാനിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇത് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ. സോയാക്ക് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് വച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില വിതറി കൊടുക്കാം. സോയാ ചങ്ക്സ് വെന്തതിന് ശേഷം മാത്രം മല്ലിയില വിതറി കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മല്ലിയില ഒന്ന് വെന്ത് കിട്ടണ വരെ ഒരു 5 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മല്ലിയിലൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ റോസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.